പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും പ്രാർത്ഥിപ്പാനും ദൈവവചനം ഒരുമിച്ച് ചിന്തിക്കുവാനും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ എപ്പിസോഡിലൂടെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായി സംസാരിച്ചുകൊണ്ടിരുന്നു. പലരും ഫോൺ സന്ദേശം അയച്ചും വ്യക്തിപരമായി വിളിച്ചും ഈ ശുശ്രൂഷ അനുഗ്രഹമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിപ്പാൻ തക്കവണ്ണം ഈ ശബ്ദത്തെ ദൈവം ഉപയോഗിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കൊടുക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് വളരെ കോമൺ ആയിട്ട് ഈ ദിവസങ്ങളിൽ നമ്മിൽ പലരും കടന്നു പോകുന്ന ഒരു പ്രത്യേക വിഷയമാണ് സ്ട്രെസ്. അത് ജോലി സ്ഥലത്തെ വിഷയങ്ങൾ കൊണ്ടാകാം, ഭവനത്തിലെ വിഷയങ്ങൾ കൊണ്ടാകാം, ദൈവസഭയിലെ വിഷയങ്ങൾ കൊണ്ടാകാം, നമ്മെ ദൈവം ഏൽപ്പിച്ച ചിലപ്പോൾ ശുശ്രൂഷയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, നാം ജീവിക്കുന്ന സമൂഹവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ അയൽപ്പക്കവുമായി ബന്ധപ്പെട്ട്, തലമുറകളുമായി ബന്ധപ്പെട്ട്, ഇല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ ആവാം നാം ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന എന്ത് സാഹചര്യത്തിനും ദൈവവചനത്തിൽ പരിഹാരമുണ്ട്. നാം പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാനായി ദൈവവചനം പരതി നോക്കിയാൽ ദൈവവചനത്തിൽ നമുക്ക് ധാരാളം ക്യാരക്ടേഴ്സിനെ കണ്ടെത്താനായിട്ട് കഴിയും. അവരുടെ ജീവിതത്തിൽ അവരെങ്ങനെയാണ് ആ സാഹചര്യത്തിലൂടെ കടന്നുപോയത്, ഏത് വിധത്തിലാണ് അവർക്ക് ജയം പ്രാപിക്കാനായിട്ട് കഴിഞ്ഞത് എന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ തന്നെ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രായോഗികമായിട്ട് എടുക്കാനായിട്ട് കഴിയുമെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കുന്നത് സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഹൗ ടു മാനേജ് യുവർ സ്ട്രെസ്. പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പൊന്നുകരത്തിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും സ്തോത്രം. ഇന്നും ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. സ്ട്രെസ്സിലൂടെ കടന്നു പോകാത്ത ആരും തന്നെയില്ല. അല്ലെങ്കിൽ ഉള്ളിൽ ചില വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വല്ലാത്ത വിധത്തിലുള്ള അനുഭവങ്ങളിലൂടെ പോകാത്ത ആരും തന്നെ നമ്മുടെ ചുറ്റുപാടുമില്ല. നാം പലരും അതിനകത്തൂടെ പോയവരാണ്. എന്നാൽ എങ്ങനെ സുഗമമായിട്ട്, അല്ലെങ്കിൽ ആ വിഷയം നമ്മളെ കീഴടക്കാതെ അത് തരുന്ന ആ മാനസിക സംഘർഷത്തെ വിജയകരമായിട്ട് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് എന്നാണ് ദൈവവചനത്തിലൂടെ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവവചനത്തിൽ ഉള്ള വ്യക്തി ജീവിതങ്ങളെ നാം ശ്രദ്ധിച്ചാൽ, അവരുടെ ജീവിതം നോക്കിയാൽ നമുക്ക് ഒത്തിരി അനുഭവങ്ങൾ അവരിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. ഒത്തിരി പാഠങ്ങൾ നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ, ഒരുമാതിരി എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതമാണ്. തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വാസ്തവത്തിൽ ഈ ഭൂമിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കാനായിട്ട് കഴിയും. തൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ താൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ പോയ ഒരു ഭാഗമാണ് ഗത്സമനയിലെ ഭാഗം. ഗത്സമനയിലേക്ക് താൻ പ്രവേശിക്കുന്നതിന് മുമ്പ്, താൻ ഗത്സമനയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമൊത്ത് കടന്നു പോകുന്നതിന് മുമ്പ് അവരുമൊത്ത് പെസഹ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ സന്തോഷകരമായ ഒരു സമയമായിരുന്നു. എങ്കിലും തൻ്റെ ഉള്ളത്തിൽ ഇത് കഴിയുമ്പോൾ താൻ എന്തിലേക്കാണ് പോകുന്നത്, എന്തിലേക്കായിരിക്കും താൻ ചുവട് വയ്ക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു അറിവുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു അറിവ് തൻ്റെ ഉള്ളിൽ ഉള്ളപ്പോൾ തന്നെ
ആ ശുശ്രൂഷ വളരെ മനോഹരമായിട്ട് കർത്താവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനകത്ത് നിന്ന് ശുശ്രൂഷകന്മാരായ അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്ന നമുക്ക് പഠിക്കാനൊരു പാഠമുണ്ട്. നാം എന്തിനകത്തൂടെ പോയാലും, നമ്മുടെ മുമ്പിൽ അടുത്തത് എന്താണെന്ന് നമുക്ക് മനസ്സിലായാലും, ജനത്തെ ശുശ്രൂഷിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് എന്ത് പദ്ധതിയോടുകൂടിയാണോ ആ ശുശ്രൂഷ അന്ന് നിർവഹിക്കുന്നത്, അതിൻ്റെ പ്രാധാന്യവും സന്തോഷവും ഒട്ടും കളയാതെ ശുശ്രൂഷിപ്പാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് കർത്താവിനോട് ചോദിക്കണം. തന്നെ ആ ഗത്സമനയിലേക്ക്, അല്ലെങ്കിൽ ആ ഗത്സമനയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഉണ്ടാകാവുന്ന ആ വലിയ അവസ്ഥയിലേക്ക് തന്നെ തള്ളിവിടാൻ പോകുന്നത് യൂദയാണെന്ന് അറിഞ്ഞിട്ടും വളരെ സന്തോഷത്തോടെയും സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും സ്നേഹത്തോടെയുമാണ് താൻ ആ വ്യക്തിയെ കൈകാര്യം ചെയ്യുന്നത്. നീ ഇത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്, ഹി ഈസ് ബ്ലൈൻഡഡ് ബൈ എനിമി എന്നുള്ളത് അവന് മനസ്സിലാകത്തക്കവണ്ണം യേശു അവന് ഹിന്റ് കൊടുക്കുന്നുണ്ട്. അവനെ അതിലേക്ക് മനഃപൂർവ്വം തള്ളിവിടുകയായിരുന്നില്ല. യു ആർ ഗോയിങ് ടു ഡു ദിസ്, ഈവൻ നൗ യു ഹാവ് എ ചാൻസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നിനക്കതിൽ നിന്ന് ഇപ്പോൾ വേണമെങ്കിലും പുറത്തു വരാം എന്നുള്ളത് യൂദയോട് യേശു വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അവൻ സ്വയം അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇവിടെ ഗത്സമന എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ഓയിൽ പ്രസ് എന്നാണ്. എണ്ണ ആട്ടിയെടുക്കുന്ന ചക്ക്. അതുകൊണ്ട് തന്നെ ഗത്സമനയിലെ അനുഭവങ്ങളും അങ്ങനെ തന്നെയാണ്. ചക്കിനകത്ത് കിടന്ന് ആട്ടി അരഞ്ഞ് എണ്ണ പുറത്തു വരുന്നത് പോലെയുള്ള അനുഭവമാണ് ഗത്സമനയിൽ നമുക്ക് വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഷേപ്പ് മാറുന്ന, നമ്മൾ ക്രഷ്ഡ് ആകുന്ന ഒരനുഭവമാണ് ഗത്സമനയിലുള്ളത്. പക്ഷേ അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ മനോഹരമാകട്ടോ. നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന, നാം എന്തിനു വേണ്ടി ആണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ആ എണ്ണയെ പുറത്തു കൊണ്ടുവരുന്നു, ആ പദ്ധതി നടക്കുന്നു, ആ ദൗത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരനുഭവം കൂടെയാണ് ഗത്സമന എന്ന് മറന്നു പോകരുത്. ചക്കില്ലാതെ ഈ ഒലിവും കായ്കൾ ഭൂമിയിൽ വെറുതെ താഴെ വീണ് അഴുകി മണ്ണിനോട് ചേർന്ന് പോകേണ്ടുന്ന ഈ കായ്കൾ ചക്കുണ്ടെങ്കിൽ മാത്രമേ എന്നേക്കും നിലനിൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്ന വിധത്തിലുള്ള എണ്ണയായി മാറുവാൻ, അത് സൗഖ്യം വ്യാപരിക്കുന്ന എണ്ണയായി മാറുവാൻ, ആലയത്തിലെ വിശുദ്ധ തൈലത്തിൻ്റെ ഭാഗമായി മാറുവാൻ, അനേക പുരോഹിതന്മാരെ കരപൂരണം ചെയ്യുന്ന ശുശ്രൂഷയുടെ ഭാഗമായി മാറുവാൻ, മറ്റു പലർക്കും പാളയത്തിൽ വെളിച്ചം കൊടുക്കുന്ന വിളക്കിലെ എണ്ണയായി മാറുവാൻ ഒക്കെ കഴിയണമെങ്കിൽ ഈ ചക്ക ആവശ്യമാണ്. ചക്കില്ലാതെ, ചക്കിനകത്തൂടെ പോകാതെ, ഗത്സമനയില്ലാതെ, ഗബഥയില്ലാതെ, ഗോൽഗോഥയില്ലാതെ ഒരു ഗലീലയില്ല, ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. അതും കൂടെ നാം ഇത്തരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാം നമ്മുടെ ജീവിതത്തിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ പോകുന്നു എങ്കിൽ നമ്മുടെ ദൗത്യ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം അതിനെ അനുവദിക്കുകയാണ് എന്നുള്ള സത്യം ആദ്യം തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. അത് നമ്മളെ കവരാതെ വണ്ണം നമുക്ക് അതിൻ്റെ മേലൊരു ജയമെടുത്ത് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. ഈ കാര്യം ദൈവം അനുവദിച്ചതാണ്. ഇതിൻ്റെ പിന്നിലും ദൈവത്തിന് പദ്ധതിയുണ്ട്. അതൊരു നല്ല പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നിടത്തോളം കാലം നമുക്ക് ആ സ്ട്രെസ്സിനെ വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയും. ഒന്ന്. രണ്ടാമതായി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യവും മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിക്കുവിനെന്ന് അവരോട് പറഞ്ഞു. യേശു വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ പോവുകയാണ്. പക്ഷെ ആ സമയത്ത് താൻ ചെയ്ത ഒരു കാര്യം, തൻ്റെ ഹൃദയം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്കൊരു പക്ഷേ
തനിയെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. തനിയെ ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ നാം ഫേസ് ചെയ്യുമ്പോൾ നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നമ്മെ സഹായിക്കും എന്ന് ഉറപ്പുള്ള, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് നിശ്ചയമുള്ള വ്യക്തി ജീവിതങ്ങളോട് അതൊന്ന് പങ്കുവെക്കുന്നത് വളരെ അനുഗ്രഹകരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ചിലരെ നമ്മുടെ ജീവിതത്തിൽ ദൈവം കൂട്ടായി തരണം. ഈ കൂട്ടർ ശിഷ്യന്മാർ മുഴുവൻ പേരോടും യേശു തൻ്റെ ഉള്ളത്തിൻ്റെ അവസ്ഥ താൻ തുറന്നു പറയുന്നില്ല. ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശിഷ്യന്മാരെ മുഴുവൻ പേരെയും കൂടെ താൻ ഗത്സമനയിലേക്ക് കൊണ്ടുവരുന്നു എങ്കിൽ പോലും ഒരു കൂട്ടരോട് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അടുത്ത 3 പേരെ, ഇന്നമോസ്റ്റ് സർക്കിളിലുള്ള പത്രോസ്, യാക്കോബ്, യോഹന്നാനെ, ഇവരെ 3 പേരെയും വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ടാണ് യേശു തൻ്റെ ഹൃദയം തുറക്കുന്നത്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നാം നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൂടെ പോകുമ്പോൾ, മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്ന അവസ്ഥയിലൂടെ പോകുമ്പോൾ, സിവിയർ സ്ട്രെസ്സിനകത്തൂടെ പോകുമ്പോൾ, നമുക്ക് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്ന് നാം മനസ്സിലാക്കുമ്പോൾ എല്ലാവരോടും ഓടി നടന്ന് നമ്മുടെ വിഷയങ്ങൾ പറയരുത്. കാരണം ചിലർ അങ്ങനെ വരട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. തന്നെയുമല്ല, നമ്മളെ സഹായിക്കാൻ പ്രാപ്തിയില്ലാത്തവരുണ്ട്. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഈ ഹൃദയം തുറന്നത് നമുക്കൊരു എക്സാമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. പക്ഷേ നാം നമ്മുടെ ഹൃദയം തുറക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 1, അവർ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം. 2, എന്ത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ നിൽക്കുന്നവരായിരിക്കണം. 3, അവർ നമ്മേക്കാൾ അഭിഷേകം ചുമക്കുന്നവരും ആത്മീയ അധികാരവും ഉള്ളവരാണെങ്കിൽ, അറിവുള്ളവരാണെങ്കിൽ, പ്രായമുള്ളവരാണെങ്കിൽ അത് നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ യേശു കണ്ടെത്തിയ 3 പേരല്ല. ഇത് ദിവസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകുവാനും തക്കവണ്ണം അവൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ തിരഞ്ഞെടുത്ത 3 പേരാണിത്. അപ്പോൾ നാം നല്ല അവസ്ഥയിലായിരിക്കുമ്പോൾ, നാം നല്ല മാനസിക അവസ്ഥയിലായിരിക്കുമ്പോൾ, നാം നമ്മുടെ ജീവിതം തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു കോളേജിൽ ചെല്ലുമ്പോൾ, ഒരു ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ, ഒരു സ്കൂൾ ജീവിതം ആരംഭിക്കുമ്പോൾ, ഒരു ജോലി ആരംഭിക്കുമ്പോൾ, ഒരു പുതിയ സ്ഥലത്തേക്ക് നാം മാറ്റി പാർപ്പിക്കപ്പെടുമ്പോൾ, ഒരു പുതിയ രാജ്യത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഒക്കെ നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മോട് കൂടെ ഇരിപ്പാനും നിൽപ്പാനും പറ്റുന്ന ചിലരെ നാം കണ്ടെത്തണം. അതിനുവേണ്ടി യേശു ചെയ്തത് നമുക്കറിയാം. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രകാരമാണ് താൻ ഈ ശിഷ്യന്മാരെ കണ്ടെത്തിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു യൂദയുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്കും അങ്ങനെയുള്ള വീഴ്ചകൾ വരാം. സം ബിട്രയേഴ്സ് ക്യാൻ ബി ഇൻ അവർ ഗ്രൂപ്പ്സ് ടു. അതിനകത്തും ബിട്രയേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനകത്തൊരു ഇന്നമോസ്റ്റ് സർക്കിൾ, ഒരു പത്രോസും യാക്കോബും യോഹന്നാനും ഉണ്ടാവും. അതിനായി ദൈവം ഒരുക്കി തരും. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കണ്ടെത്തി അങ്ങനെയുള്ളവരുമായിട്ടുള്ള ഒരു ഫെലോഷിപ്പ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അതിനോടൊപ്പം തന്നെ നാം ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ അതാരോട് പങ്കുവെക്കണം, ഏത് സർക്കിൾ വരെ അത് പോകാം എന്നുള്ളതും കൂടെ നാം അറിഞ്ഞിരിക്കും. ചില വിഷയങ്ങൾ സിവിയർ സ്ട്രെസ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നില്ല. നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ആരോടും പറയാതെ ദൈവസന്നിധിയിലിരുന്ന് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നാമും ദൈവവും മാത്രം അറിഞ്ഞാൽ മതി. എല്ലാവരോടും വിളിച്ചു കൂവി പറയണ്ട. എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഉടനെ ഫോൺ എടുത്ത് വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണെങ്കിൽ, നമുക്ക് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ആത്മീയമായി നാം അങ്ങനെ ഒരു നല്ല നിലവാരത്തിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നാമും ദൈവവും മാത്രം മതി അത്തരം ഒരു സാഹചര്യത്തിൽ. ഇല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി ജീവിതം,
നമ്മോടൊപ്പം ഒരു പക്ഷേ അതിനകത്തൂടെ പോകുന്നവർ കാണും. നമ്മൾ കുടുംബമായി പോകുന്ന വിഷയങ്ങൾ കാണും. ഒരു തലമുറയുടെ വിഷയം, ഭാര്യയും ഭർത്താവും മാത്രം മതിയെന്നേ, നിങ്ങൾ ഒരുമിച്ച് പങ്കുവെച്ചാൽ മതി. പൗലോസും ശീലാസും ഒരുമിച്ച് തടവറയിലായിരിക്കുകയാണ്. അവിടെ അവർ ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഒരുമിച്ച് പാടി സ്തുതിച്ചു തുടങ്ങി. അതിന് ആ സമയത്ത് അവർ മറ്റൊരാളെയും കൂട്ടിന് വിളിക്കുന്നില്ല. പത്രോസിന് വേണ്ടി ദൈവസഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഈ സാഹചര്യത്തിൽ മാസിഡോണിയയിലായിരിക്കുന്ന പൗലോസിനും ശീലാസിനും വേണ്ടി അവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു സഭയുണ്ടോ എന്ന് നമുക്കറിയില്ല. അവർ ലുദിയയുടെ ഭവനത്തിൽ കൂടി വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അവരോടൊന്നും വിവരം അറിയിക്കുന്നില്ല. ഒരുമിച്ച് കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മൾ ഭവനമായി കടന്നു പോകുന്ന വിഷയമാണോ? അപ്പനും അമ്മയും മക്കളും മതി. അത് ഉടനെ പാസ്റ്ററിനെ വിളിച്ച് നാട്ടുകാരെ വിളിച്ച് എല്ലാം അറിയിക്കേണ്ട കാര്യമില്ല. നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ച് ചങ്ങലകളെ താഴെ ഇടാൻ കഴിയും. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ കഴിയും. വാതിലുകൾ തുറന്നു പോകുന്ന വിധത്തിൽ ആരാധിച്ച് ജയമെടുക്കാൻ കഴിയും. So let that stress be within our family itself. നമ്മുടെ ഏറ്റവും ക്ലോസ്ഡ് ആയിട്ടുള്ള ആ വ്യക്തി ജീവിതങ്ങളിൽ അത് നിൽക്കട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളും എല്ലാവരും അറിയണ്ട. ആ ലെവൽ അവിടെ മാനേജ് ചെയ്യണം. ഒരുമിച്ച് വീട്ടിനകത്ത് മുട്ടുകുത്തുവാൻ നമുക്ക് ആരെയെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് പങ്കുവയ്ക്കാം. ഇവിടെ ഇതാ യേശു തനിക്ക് 70 ശിഷ്യന്മാരുണ്ട്, ഇവിടെ 12 ശിഷ്യന്മാരുണ്ട്, ഇവരെല്ലാവരുമുണ്ട്, ഒരു വലിയ പുരുഷാരമുണ്ട്. അവരോടൊന്നും പറയാതെ ഈ 3 പേരോട് മാത്രം പറയുകയാണ്. പതിയെ പതിയെ നമുക്ക് ആ സർക്കിൾ വലുതാക്കിയാൽ മതി. നമ്മൾ സ്വയം പ്രാർത്ഥിച്ചു, വീട്ടിനകത്ത് പ്രാർത്ഥിച്ചു, മാനേജ്ഡ് ആവുന്നില്ല, നമ്മുടെ സ്ട്രെസ് ലെവൽ കൂടുകയാണ്, മരണവേദന പോലെയുള്ള ഒരു അനുഭവമാണ്. അങ്ങനെയാണെങ്കിൽ തൻ്റെ ഇന്നമോസ്റ്റ് പ്രയർ സർക്കിളിലേക്ക് അതിനെ കൊണ്ടുപോകാം. ഞാൻ വ്യക്തിപരമായി കാര്യങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. വി നീഡ് ടു ഹാവ് മെന്റേഴ്സ്. അവരോട് പറയാം, അവരോട് ആലോചന ചോദിക്കാം, അവരോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ബിക്കോസ് യു ആർ നോട്ട് ഏബിൾ ടു മാനേജ് യുവർ സെൽഫ്. നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. സോ വി ക്യാൻ ടേക്ക് ഹെൽപ്പ് ഫ്രം ദാറ്റ് ഇന്നമോസ്റ്റ് സർക്കിൾ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, അങ്ങനെയുള്ളവരെ അന്നേരം കണ്ടെത്താൻ ശ്രമിക്കരുത്. ബിക്കോസ് ദേ മേ നോട്ട് നോ അബൌട്ട് അസ്. നമ്മളെക്കുറിച്ച് അവർക്ക് അറിയില്ല. നമ്മൾ പറയുന്ന വിഷയം, നമ്മളെ അറിയാത്ത ഒരാളെ വിഷയം മാത്രമേ കേൾക്കുന്നുള്ളൂ. നമ്മെക്കുറിച്ച് അവർക്കറിയില്ല. അവർ നമ്മോട് കൂടെ നടന്നിട്ടില്ല, അവർ നമ്മോട് കൂടെ ഭക്ഷിച്ചിട്ടില്ല, അവർ നമ്മുടെ കൂടെ കൂട്ടായ്മ ആചരിച്ചിട്ടില്ല. ഏതെങ്കിലുമൊക്കെ പുതിയ മനുഷ്യരെ വിളിച്ച് നമ്മെ അറിയാത്ത ചിലരോട് കാണുന്നതെല്ലാം പങ്കുവെച്ച് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ്, നോ, ദാറ്റ്സ് നോട്ട് ദ വേ. ദൈവമക്കളുമായിട്ടുള്ള, ആത്മീകരുമായിട്ടുള്ള, അഭിഷിക്തരുമായിട്ടുള്ള കൂട്ടായ്മ നിരന്തരം സൂക്ഷിക്കണം. ഒരു മെന്റർ അഥവാ മെന്റേഴ്സ് നമുക്കുണ്ടാവണം. അങ്ങനെ ചില വ്യക്തി ജീവിതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ നമ്മെ ഒന്നും അറിയാത്ത ചില വ്യക്തികളോട് നമ്മൾ നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞിട്ട് ചിലരൊക്കെ കൊമ്പ് കുത്തി വീണിട്ടുണ്ട്. പലരുടെയും വിഷയങ്ങൾ ചിലർ കൈകാര്യം ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. ഒരുമിച്ച് പോകേണ്ടുന്ന കുടുംബജീവിതങ്ങൾ ശിഥിലമായിട്ടുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരുടെ ആലോചനയനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടിട്ടുണ്ട്. അതിലേക്ക് പോകരുത്. നമുക്ക് ദൈവത്തോട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, കർത്താവേ ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടരെ തരണം. അപ്പം അങ്ങനെയുള്ളവരുമായിട്ട് നമുക്ക് പങ്കുവയ്ക്കാം. അങ്ങനെ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ചിലർ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കത്തക്കവണ്ണമുള്ള ഒരവസ്ഥയിലേക്ക് ആ കൂട്ടായ്മ ബന്ധം നമ്മളെ സഹായിക്കും. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചില്ല കേട്ടോ, അത് സത്യമാണ്. പക്ഷേ ദീസ് ആർ ദ സ്റ്റെപ്സ് ഹി ടുക്ക്.
അതിനകത്തുനിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾ മരണവേദന പോലെ അതിദുഃഖിതമായ വിഷയങ്ങൾ നമ്മളോട് പറയുമ്പോൾ കേട്ടിട്ട് കിടന്നുറങ്ങരുത്. പ്രാർത്ഥിക്കാനുള്ള, അവരോടൊപ്പം നിൽക്കാനുള്ള, അവരെ ആ സ്ട്രെസ്സിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം ദൈവകൃപ അവരുടെ മേൽ പകരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉറങ്ങാതിരിക്കാം. ഇനി ഈ ഒരു കാര്യം കൊണ്ട് യേശു നിർത്തിയില്ല. താൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ലൂക്കോസിന് ശേഷം 22 അധ്യായത്തിലേക്ക് പോകുമ്പോൾ 41 വാക്യം, ലൂക്ക് ചാപ്റ്റർ 22:41, അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. അതെ, മറ്റുള്ളവരോട് പങ്കുവെച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ചിലരെ വിഷയങ്ങൾ ഏൽപ്പിച്ചിട്ട് നാം വെറുതെ ഇരിക്കുകയല്ല. എല്ലാ പ്രെയർ ടവറിലും വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് ചുമ്മാതിരിക്കുകയല്ല. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, മുട്ടുകുത്തണം. എ പ്രയർ ഓഫ് സറണ്ടർ, എ പൊസിഷൻ ഓഫ് സറണ്ടർ. കർത്താവേ, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ അവസ്ഥ ഇതാണ്, മുട്ടുകുത്തണം. അങ്ങനെ നാം സറണ്ടർ പ്രയർ മോഡിലേക്ക് നാം പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വാക്കുകൾ ഉണ്ടായിരിക്കില്ല പ്രാർത്ഥിക്കാൻ. നാം വചനം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല. ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ നാം കേൾക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇരിക്കാമോ? ലെഫ്റ്റ് അലോൺ വിത്ത് ഗോഡ്, എ ടൈം അലോൺ വിത്ത് ഗോഡ്. ദൈവവും നമ്മളും മാത്രമായിട്ടിരിക്കുന്ന ഒരു സമയം. ഒറ്റയ്ക്കിരിക്കുക, മുട്ടുകുത്ത്. ഒരു പാവിരിച്ചിട്ട് നീ മുട്ടുകുത്തിയിട്ട് പറ്റുന്നില്ലെങ്കിൽ അതിലെ കമന്ന് കിടന്ന്, കർത്താവ് എനിക്ക് കഴിഞ്ഞില്ല, ചിലപ്പോൾ കരയാൻ കഴിഞ്ഞില്ലെന്ന് വരും, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. ഒന്നും കഴിഞ്ഞില്ലെങ്കിലും അവൻ്റെ സന്നിധിയിൽ അല്പനേരം ഇരിക്കാമോ? എ ടൈം അലോൺ, മേ ബി എ പീരീഡ് ഓഫ് സൈലൻസ്, എ ടൈം ഓഫ് സൈലൻസ്, ബട്ട് സിറ്റ് ദേർ. ഡോണ്ട് ഗോ അറൗണ്ട്, ഡോണ്ട് ട്രൈ തിങ്സ്. ആ സമയത്ത് മറ്റാരെയും തേടി പോകണ്ട, മറ്റ് വിഷയങ്ങളുമായിട്ട് പോകണ്ട, നിയമത്തെ കയ്യിലെടുക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ പോകണ്ട, ബാങ്കുകളിൽ കയറി ഇറങ്ങണ്ട. ടൈം അലോൺ വിത്ത് ഗോഡ്. അവരെ ഇവരെയും ഫോൺ വിളിക്കണ്ട, ആ ഇൻഫ്ലുവൻസിന് പോകണ്ട, ഈ ഇൻഫ്ലുവൻസിന് പോകണ്ട. സിറ്റ്. Try to hear from God. Even if you are not able to, try not to hear from men. മറ്റാരിൽ നിന്നും കേൾക്കാതിരിക്കുന്ന ഒരവസ്ഥ. സ്തോത്രം. യേശു ശിഷ്യന്മാരോട് കാര്യങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ താൻ കാര്യം പറഞ്ഞില്ല. ഐ ആം ഗോയിങ് ത്രൂ സംതിങ് ലൈക്ക് ദിസ്, പ്രേ ഫോർ മീ, ദാറ്റ്സ് ഇറ്റ്. ഹല്ലേലൂയ. വിഷയങ്ങൾ ഏത് പരിധിവരെ പറയണമെന്നുള്ളതും നാം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സ്തോത്രം. താൻ കംപ്ലീറ്റ് സറണ്ടർ ചെയ്യണം. കർത്താവ്, എനിക്ക് കഴിയുന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ പോവുകയാണ്, സമ്മതിച്ചു. അടുത്ത ഒരു സെറ്റ് ഓഫ് ഒരു ടൈപ്പ് ഓഫ് പ്രെയർ നമുക്ക് അവിടെ കാണാൻ കഴിയും. എന്താണെന്നറിയാം? 42 വാക്യത്തിൽ, ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഡിസയർ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നിൽക്കണം. ദാറ്റ് ഈസ് വാട്ട് ഹി ഈസ് എക്സ്പെക്ടിങ്. ഗെത്സമനയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങണം. God is not only our Savior, He is our Father. More than that, He is our groom. പിതാവായ ദൈവമാണ്, നമ്മുടെ മണവാളനായ ക്രിസ്തുവാണ്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവാണ്. നമുക്ക് കൂടിയിരിക്കാം, നമുക്കിവിടെ ആഗ്രഹങ്ങൾ പറയാം. ഞാൻ ഇങ്ങനെ ഒരു വിഷയത്തിലൂടെ കടന്നു പോവുകയാണ് കർത്താവേ, ദിസ് ഈസ് വാട്ട് ഐ നീഡ്. ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, എനിക്കിതാണ് ആവശ്യം. എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിന് ഇങ്ങനെ മറുപടി കിട്ടിയാൽ അത് അനുഗ്രഹപരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഐ എം എക്സ്പ്രസിങ് ഇറ്റ്. എക്സ്പ്രസ് യുവർ ഡിസയർ, എക്സ്പ്രസ് വാട്ട് യു വാണ്ട്. നമുക്ക് എന്ത് വേണം, എന്താണ് നമുക്ക് ദൈവത്തിൽ നിന്ന്
പ്രതീക്ഷിക്കുന്നത്? Tell him. You and me have the freedom to do that. നമുക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ടെന്നേ. നമുക്കത് ചെയ്യാം. സ്തോത്രം. ബട്ട് ആ വാക്യത്തെ ഞാൻ ഇച്ചിരി ഒന്ന് ഓൾട്ടർ ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുക. ലോർഡ്, ദിസ് ഈസ് മൈ ഡിസയർ, ബട്ട് ഐ എം yielding to your perfect will. An yielding prayer. Not a kneeling prayer, surrendering prayer. An yielding prayer. ദൈവമേ, എൻ്റെ ഇഷ്ടം ഇതാണ്. എനിക്ക് ആ ലോൺ കിട്ടണം, എനിക്ക് ആ വീട് വാങ്ങണം, എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ കിട്ടണം, ആ വിവാഹം നടക്കണം, ആ വിവാഹ ബന്ധം വേർപെടരുത്. ദിസ് ഈസ് മൈ ഡിസയർ, ബട്ട് യുവർ വിൽ. ഇതെൻ്റെ ആഗ്രഹമാണ്, പക്ഷെ അങ്ങയുടെ ഹിതം. അതു മതി എന്ന് പറയുന്ന ആ ഒരു ഈൽഡിങ്, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥന. ഞാൻ ദൈവമക്കളോട് പറയട്ടെ, ഈ ഒരു സ്റ്റേജിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും വി ആർ ഓൾമോസ്റ്റ് ഔട്ട് ഓഫ് ദ സ്ട്രെസ്. ദൈവഹിതത്തിനായി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവം. പക്ഷെ അത് അവിടെയും തീർന്നില്ല കേട്ടോ. അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തോത്രം, 44-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അതിനു മുമ്പ് ഒരു വാക്യമുണ്ട്. എന്താണ്? 43. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. അപ്പോൾ ഒരു ഏണസ് പ്രയറിലേക്ക് താൻ പോവുകയാണ്. എന്തുമായിരിക്കും താൻ പ്രാർത്ഥിച്ചേ? താൻ അതിനു മുമ്പ് ഒരു ഈൽഡിങ് പ്രയറിലോട്ട് പോയി. എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഹിതം മതി എന്ന് പറഞ്ഞ് താൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു ദൂതനെ ഇറക്കി. What he must have told, what he must have conveyed, Jesus, you have to go through this. നിന്റെ ഇഷ്ടം നടക്കില്ല, എൻ്റെ ഹിതം നീ ഇതിനകത്തൂടെ പോണമെന്നാണ്. അത് മനസ്സിലാക്കിയ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. എന്തായിരിക്കും പ്രാർത്ഥിച്ചത്? To have the grace to go through it. സ്തോത്രം. അപ്പോൾ ഒരു റിസീവിംഗ് പ്രയർ, an earnest prayer. എന്താണ്? കൃപ. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഹിതത്തിനകത്തൂടെ പോകാനുള്ള കൃപ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞ് നാം വായിക്കുന്നത്, അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. ഹി അറോസ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റു. മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ താൻ എഴുന്നേൽക്കുക മാത്രമല്ല, ശിഷ്യന്മാരോടും പറഞ്ഞു, എഴുന്നേൽപ്പീൻ, നാം പോകാം. നാം ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത്, സമർപ്പിച്ചു കൊടുത്ത്, ദൈവത്തിൻ്റെ പരിപൂർണ ഹിതത്തിനകത്തൂടെ പോകാനുള്ള കൃപ പ്രാപിച്ചാണ് നാം എഴുന്നേറ്റ് വരുന്നതെങ്കിൽ we will be out of stress. At the same time, we will be able to rise many others who are at Gethsemane. ഗെത്സമനയിലൂടെ പോകുന്ന മറ്റു പലരെയും എഴുന്നേൽപ്പിക്കുവാൻ കൂടെ നമുക്ക് കഴിയും എന്നോർക്കുക. നമുക്ക് പങ്കുവയ്ക്കലും പ്രാർത്ഥനയും സമർപ്പണവും ദൈവകൃപ, അഭിഷേകം, നിയോഗം ഒക്കെ വർദ്ധിപ്പിക്കലുമൊക്കെയായി നാം കടന്നു പോകുന്ന ഈ സംഘർഷത്തിനകത്ത് നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരും. അത് അനേകർക്ക് അനുഗ്രഹമായി മാറും. ഗെത്സമന കൊണ്ടോ, ഗബത കൊണ്ടോ, ഗോൽഗോഥ കൊണ്ടോ നമ്മുടെ വിഷയം തീരില്ല. ഗലീല, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പ്രത്യക്ഷത, അതുകൊണ്ടേ ഇത് അവസാനിക്കും. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലൂടെ, സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ ബന്ധത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
ഗോഡ് ബ്ലെസ് യു.